ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് വോട്ടിംഗ് അട്ടിമറി നടന്നുവെന്ന് രാഹുൽ ഗാന്ധി കണ്ടെത്തിയ 80 മണ്ഡലങ്ങളിലൊന്ന് തൃശൂരാണെന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു കഴിഞ്ഞു. കണക്കുകൾ അക്കമിട്ട് നിരത്തി തെളിവുകൾ ഒന്നൊന്നായി പുറത്തുവരുമ്പോൾ തൃശൂരിൽ റീപോളിംഗ് നടത്തണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ 3 മാസമായി നടത്തിയ അന്വേഷണമാണ് സമഗ്രമായ റിപ്പോർട്ടിലൂടെ പ്രസിദ്ധീകരിച്ചത്. വാർത്താ സമ്മേളനം നടത്തി ഒന്നൊന്നായി വിവരങ്ങൾ പുറത്തുവിടുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിരോധത്തിലായി കഴിഞ്ഞു. ആദ്യം ആരോപണങ്ങളോട് മുഖം തിരിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ആരോപണങ്ങളോട് മയപ്പെട്ടിരിക്കുകയാണ്. ഉടൻ തന്നെ കമ്മീഷൻ രാഹുലുമായി കൂടിക്കാഴ്ച നടത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. തെളിവുകൾ ഇലക്ഷൻ കമ്മീഷൻ പരിശോധിച്ച് ബോധ്യപ്പെട്ടാൽ 80 ലോക്സഭാ മണ്ഡലങ്ങളിൽ റീപോളിംഗ് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും ആവശ്യപ്പെടും. അതിലൊന്ന് തൃശൂരാകുമെന്ന് ഉറപ്പാണ്. ഓരോ വാർഡുകൾ കേന്ദ്രീകരിച്ചുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ യുക്തിക്ക് നിരക്കാത്ത രീതിയിലുള്ള വോട്ട് വ്യത്യാസം കാണാൻ സാധിക്കുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ വിജയം ഒരു ട്രെൻഡായിരുന്നില്ല എന്നത് വസ്തുതയാണ്. എല്ലാ മണ്ഡലങ്ങളിലും ചില ബൂത്തുകൾ കേന്ദ്രീകരിച്ചുണ്ടായ വലിയ വോട്ട് വ്യത്യാസമാണ് ആ വിജയത്തിന് വഴിയൊരുക്കിയത്. സാധാരണ വോട്ടെടുപ്പുകളിൽ ഓരോ മുന്നണിക്കും മേൽക്കൈയുള്ള ബൂത്തുകളുണ്ടാകും. ആ ബൂത്തുകളിൽ മുന്നണി സ്ഥാനാർത്ഥി ബഹുദൂരം മുന്നിലെത്തും. 30 വർഷമെങ്കിലും ആ ട്രെൻഡ് അങ്ങനെ തന്നെ തുടരും. എന്നാൽ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ വലിയ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. 2019 നാമമാത്രമായ വോട്ട് കിട്ടിയ ബൂത്തുകളിൽ ചിലതിൽ വലിയ മുന്നേറ്റം ഉണ്ടായി. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിയേക്കാൾ 3 മടങ്ങ് വോട്ടൊക്കെ സുരേഷ് ഗോപിക്ക് അധികമായി കിട്ടിയിട്ടുണ്ട്. തൃശൂർ നിയമസഭാ മണ്ഡലത്തിലെ 44 നമ്പർ ബൂത്തിൽ 2019 സുരേഷ് ഗോപിക്ക് 47 വോട്ടാണ് കിട്ടിയത്. ഇവിടെ ഇത്തവണ 324 വോട്ട് കിട്ടി. 2019 TN പ്രതാപന് 818 വോട്ട് കിട്ടിയ ബൂത്തിൽ 2024 കെ മുരളീധരന് കിട്ടിയത് വെറും 161 വോട്ട് മാത്രമാണ്. 80 നമ്പർ ബൂത്തിൽ സുരേഷ് ഗോപിക്ക് 2019 42 വോട്ട് ലഭിച്ചപ്പോൾ TN പ്രതാപന് 512 വോട്ടാണ് ലഭിച്ചത്. ഇത്തവണ അതേ ബൂത്തിൽ സുരേഷ് ഗോപിക്ക് 358 വോട്ട് ലഭിച്ചു. കെ മുരളീധരന് കിട്ടിയത് വെറും 230 മാത്രമാണ്. 47 വോട്ട് 324ആയും 42 വോട്ട് 358ആയും മാറി മറിഞ്ഞതുപോലുള്ള മലക്കം മറിച്ചിൽ ഇതുപോലെ ചില ബൂത്തുകൾ കേന്ദ്രീകരിച്ച് മാത്രമാണ് ഉണ്ടായത്. കോൺഗ്രസ് വോട്ടുകൾ ഒന്നായി സുരേഷ് ഗോപിക്ക് മറിഞ്ഞു എന്നതാണ് ഇതുവരെ വിലയിരുത്തിയിരിക്കുന്നത്. ചില ബൂത്തുകൾ കേന്ദ്രീകരിച്ച് നടന്ന അട്ടിമറിയാണോ എന്ന സംശയമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. തൃശൂർ നഗരത്തിൽ പോളിംഗ് നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ബഹളമുണ്ടായ സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു. ബൂത്ത് ഏജന്റുമാർക്ക് ഒരു പരിചയമില്ലാത്തവർ വോട്ട് ചെയ്യാനെത്തിയപ്പോഴായിരുന്നു അത്. അടഞ്ഞുകിടന്ന ഫ്ളാറ്റുകളുടെയും വീടുകളുടെയും വിലാസത്തിലായിരുന്നു വോട്ടർമാർ എത്തിയത്. അവരിൽ പലരും ചേലക്കരയിലും പട്ടാമ്പിയിലുമൊക്കെ സ്ഥിരതാമസക്കാരാണെന്നും ആരോപണമുയർന്നതോടെ പോളിംഗ് അല്പനേരത്തേക്ക് നിർത്തിവയ്ക്കുകയും ചെയ്തു. എന്നാൽ തൃശൂർ മണ്ഡലത്തിലേക്ക് താമസം മാറ്റിയെന്നും അങ്ങനെയാണ് വോട്ട് അവിടെ ആയതെന്നും അവർ വാദിച്ചു. പിന്നീട് ഇക്കൂട്ടരിൽ പലരും വോട്ട് ചെയ്താണ് മടങ്ങിയത്. ക്രൈസ്തവ വോട്ടുകൾ കാര്യമായില്ലാത്ത ചില ബൂത്തുകളിൽ പോലും സുരേഷ് ഗോപി ഒന്നാമതെത്തിയതും സംശയത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അതും BJPക്കോ RSSനോ സ്വാധീനമില്ലാത്ത ബൂത്തുകളിലാണ്. അവിടെ ആദ്യമായി വോട്ട് ചെയ്ത നിരവധി പേർ ഉണ്ടായിരുന്നു എന്നതും ആരോപണത്തിന്റെ ശക്തി കൂട്ടുകയാണ്. ഏതായാലും തൃശൂരിൽ ഉടൻ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന കാര്യം ഉറപ്പായിരിക്കുന്നു.